ആകാശവാണി കണ്ണൂർ. ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്രതീക്ഷിതമായി നേരിടേണ്ടി വരുന്ന അപകടങ്ങളിൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒന്നാണ് സെൽഫ് ഡിഫൻസ് അഥവാ ആത്മരക്ഷാ പരിശീലനം. കായികക്ഷമതയ്ക്കുമപ്പുറം ആത്മവിശ്വാസവും ജാഗ്രതയുമാണ് ഇതിന്റെ കാതൽ. ഇന്നത്തെ പരിപാടിയിൽ സെൽഫ് ഡിഫൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് പ്രമുഖ സെൽഫ് ഡിഫൻസ് ട്രെയിനറും ഇന്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യനുമായ ജയകുമാർ പി ആണ്. അദ്ദേഹം കാഷ്യൂ പ്രൊജനി ഓർച്ചാർഡ് ഫാം കാഷ്വൽ ലേബർ കൂടിയാണ്. ശ്രോതാക്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിളിക്കാം. 0497956007 എന്ന നമ്പർ ഇതാ ഒരിക്കൽ കൂടി 049729560007. ഇപ്പോൾ മുതൽ 3:30 വരെ. നമസ്കാരം സർ. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. സെൽഫ് ഡിഫൻസ് ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. സെൽഫ് ഡിഫൻസ് എന്താണ്? ഈ സെൽഫ് ഡിഫൻസ് അഥവാ ആത്മരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെൽഫ് ഡിഫൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്ന എന്ന അർത്ഥമില്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് എതിരെ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നത് ആണ് സെൽഫ് ഡിഫൻസ്. അത് ശരിക്കും പറഞ്ഞാൽ ശക്തി മാത്രം അല്ല, ശരിക്കും മാനസികമായ ഒരു പ്രിപ്പറേഷൻ കൂടിയാണ്. അതിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സിറ്റുവേഷണൽ അവയർനെസ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അധികം സമയം കഴിഞ്ഞിട്ട്, അധിക സമയം എന്ന് വെച്ചാൽ ഒരു രാത്രി കാലങ്ങളിൽ വൈകിയ സമയങ്ങളിൽ ഇപ്പൊ പെൺകുട്ടികളെല്ലാം ഇത് കോളേജ് അല്ലെങ്കിൽ സ്കൂളെല്ലാം കഴിഞ്ഞ് പോകുന്ന, ജോലിയെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ ഹെഡ്ഫോണ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് എല്ലാം വെച്ചിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ പാട്ടും കേട്ട് പോകും. അപ്പൊ ആ സമയത്ത് നമ്മ ഈ പാട്ടിൽ ലയിച്ചിട്ട് ചുറ്റുപാടൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഞാൻ അധികം ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് ആൾക്കാരെ ഇത് ചിലപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ആക്രമിക്കാൻ വന്നാലോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വന്നാലോ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല. അപ്പോൾ അങ്ങനത്തെ എല്ലാം സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൂടി ഈ സെൽഫ് ഡിഫൻസ് എന്ന ഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ചുറ്റുപാടുമുള്ള ഒരു ശ്രദ്ധ കൂടി നമുക്ക് ഓരോ യാത്രകളിലും അല്ലെ, ഒറ്റപ്പെടുന്ന ഇടങ്ങളിലും ഒക്കെയും വേണം എന്നുള്ള ഒരു ബോധവൽക്കരണം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൽ ഇത് എത്രത്തോളം പ്രാധാന്യമുണ്ട് ശരിക്കും ഈ ഒരു കാലഘട്ടത്തെ ആലോചിച്ച് നോക്കുമ്പോൾ? ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആവശ്യകത ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരാഴ്ചത്തെ നമ്മുടെ ന്യൂസ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോ ഒരു 2 ദിവസത്തിന് മുമ്പ് ഏത് സ്ഥലം എന്നൊക്കെ കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഒരു ചെറിയ കുട്ടിയെ സ്കൂള് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരാള് ആ കുട്ടിയുടെ അമ്മാവൻ ആണെന്ന് പറഞ്ഞിട്ട്, ചെറിയ 4ാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു, ഇത് വന്നു. അപ്പൊ ആ കുട്ടി ഓടിയിട്ട് അപ്പൊ ആ കുട്ടി പറഞ്ഞു എന്റെ അമ്മാവനല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ഓടിച്ചെന്നിട്ട് ഒരു തുണിക്കടയിലേക്ക് ചെന്നു. അത് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു ആ ന്യൂസില്. എന്നിട്ട് അവരോട് പറഞ്ഞു ഇത് ഈ കുട്ടി എന്തോ പേടിച്ചിട്ടാണ്, ആ കുട്ടിയുടെ അമ്മാവനാണ്, എന്റെ കൂടെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കടയിലെ ഷോപ്പില് ആൾക്കാര് 2-3 സ്ത്രീകളുണ്ട്. അവര് പറഞ്ഞു അങ്ങനെ വിടാൻ പറ്റൂല, ആ കുട്ടിയുടെ പെരുമാറ്റത്തില് സംശയം തോന്നിയിട്ട്. എന്നിട്ട് അവസാനം വീട്ടുകാരെ വിളിച്ചു വരുത്തി. അപ്പൊ നാട്ടുകാരും ഏകദേശം ഇവനെ തടഞ്ഞു വെച്ചു. അപ്പോഴേക്ക് ഇവൻ സ്ട്രേഞ്ചറായ ആളാണ്, ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ ആ കുട്ടി ചെയ്തതും നല്ല കാര്യമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആ ഒരു അവയർനെസ് അതും സെൽഫ് ഡിഫൻസിൽ പെട്ട ഇത് തന്നെയാണ്. നമ്മൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാറി നിൽക്കുക.
അതും ഇതിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഏറ്റവും അധികമായിട്ട് വേണ്ടതും ഈ സെൽഫ് ഡിഫൻസ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ? അതെ, കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, മുതിർന്നവരുടെ കാര്യത്തിലും പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിലും ഒക്കെയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. നമ്മൾ ഈ സെൽഫ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ ആദ്യമായിട്ട് കരുതുന്നത് കരാട്ടെ, അതുപോലുള്ള മാർഷൽ ആർട്സ്, അതായിരിക്കും ഈ സെൽഫ് ഡിഫൻസ്, അത് പഠിക്കണം, അതാണ് ഏറ്റവും പ്രധാനമെന്നാണ്. ശരിക്കും അങ്ങനെയാണോ? അതിന്റെ ഒരു സെൽഫ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഇതാണോ പഠിക്കേണ്ടത്? ഇത് സാധാരണക്കാർക്ക് പഠിക്കാൻ അത്രയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എന്താണിത്? അല്ല, ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട സംശയം എന്ന് വെച്ചാല് ഈ പ്രായത്തിലും നമുക്കത് പഠിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സംശയങ്ങളാണ്. ഇപ്പോ കരാട്ടെ അല്ലെങ്കിൽ തൈക്കോണ്ടോ ഇത് ജൂഡോ അതുപോലത്തെ ആയുധന കലകളിൽ ഏത് പഠിച്ചാലും അതിൽ സെൽഫ് ഡിഫൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ മാർഷൽ ആർട്സ് എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു സംഭവമാണ്. അതിൽ ഇത് ഡിസിപ്ലിൻ ഉണ്ട്, ഇത് കോമ്പറ്റീഷൻ ഉണ്ട്, ടെക്നിക്ക് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ അടങ്ങിയതാണ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് സെൽഫ് ഡിഫൻസ്. ഈ സെൽഫ് ഡിഫൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കാലം മതി. ഈ മാർഷൽ ആർട്സ് ഒരുപാട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിന് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അതും നമുക്ക് പഠിക്കാൻ പറ്റും. അത് ഏത് പ്രായത്തിലുള്ളവർക്കും എങ്ങനെയും അനുയോജ്യമായിട്ട് പഠിക്കാൻ പറ്റും. അധികം ശക്തിയോ ഒന്നും വേണ്ട. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ സാറ്, ശക്തി വേണ്ട. ശാരീരികമായിട്ട് ദൗർബല്യം ഓൾറെഡി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ സെൽഫ് ഡിഫൻസ് അവർക്ക് എത്രത്തോളം പ്രായോഗികമാക്കാൻ പറ്റും? അവർക്ക് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്? പറ്റും. അത് കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമല്ല. ഇപ്പോ ഒരാളെ എതിരാളികളെ തോൽപ്പിച്ചിട്ട് എനിക്ക് ഇത് മെഡലടിക്കണം അങ്ങനെ ഒരു സംഭവമല്ല. അവരെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ മതി. ആ സാഹചര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടാൽ മതി. അത് എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇപ്പോ അതിശക്തനായ ഒരു എതിരാളി തന്നെ വന്നു എന്നിരിക്കട്ടെ, ചിലപ്പോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും വരുന്നത്. ആ വരുന്ന സമയത്ത് നമുക്ക് അവരെ തല്ലുന്നില്ലെങ്കിൽ അടിക്കണം എന്ന ഉദ്ദേശമില്ല. പക്ഷെ ആൾക്കാര് കൂടിയ സ്ഥലത്തേക്ക് അവരെത്തിക്കണമെങ്കിൽ അതിനും ടെക്നിക്ക് ഉണ്ട്. നമുക്ക് ചെറിയ ലോക്ക് ഉപയോഗിച്ചിട്ട്, ജോയിന്റ് ലോക്ക് ഉപയോഗിച്ചിട്ട് അവരെ നമുക്ക് ഇത് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് ഞാൻ സെൽഫ് ഡിഫൻസ് ക്ലാസിന്റെ സമയത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാറുണ്ട്. ഇത് എത്രത്തോളം സ്ത്രീകളിൽ ഫലപ്രദമാണ് എന്നാണ് പറയുന്നത് സാർ? സ്ത്രീകൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ ഇതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോൾ ഇത് ബസ്സിലായാലും ഇത് ബസ് സ്റ്റോപ്പിലായാലും ഇപ്പോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും ഇതുപോലെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്, കൂടി വരുന്ന സാഹചര്യമാണ്. അപ്പോ അവര് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഉണ്ട്. ഇത് എന്താന്ന് വെച്ചാല് പെട്ടെന്ന് നമ്മൾ ശക്തി കൊണ്ട് എതിരിടുന്നതിനേക്കാളും നമുക്കൊരു കോൺഫിഡന്റ് കിട്ടും, എങ്ങനെ പ്രതികരിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് എവിടെ ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സമയത്തോ കൂടുതൽ ആത്മവിശ്വാസം കിട്ടും. നമ്മളിപ്പോ ഒരു അപകടം മുന്നിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം തന്നെ ശാരീരികമായിട്ടാണോ പ്രതികരിക്കേണ്ടത്, അതോ മാനസികമായ ഒരു തയ്യാറെടുപ്പിന്റെ ആവശ്യം ഇതിനകത്തില്ലേ? എങ്ങനെയാണിത്? ഉണ്ട്. സെൽഫ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ അത് വരുന്നുണ്ടല്ലോ. എങ്ങനെയാണത് ഒന്ന് പറയാമോ? ഉദാഹരണത്തിന് ഇപ്പൊ ബസ്സിൽ നമ്മുടെ ആരെങ്കിലും മോശമായി സ്പർശിക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടായിന്ന് വെച്ചോ, ആദ്യം തന്നെ നമ്മൾ ശാരീരികമായിട്ട് അവരെ നേരിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആദ്യം ഒരു നോട്ടം കൊണ്ട് അവരെ ഒന്ന് നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കാം. ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് ഭാഗമാണ്. പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അതും കഴിഞ്ഞ് പക്ഷെ അപ്പോൾ തന്നെ എതിരെ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാനും ആ ഇന്റൻസിറ്റി കുറയാനും സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് അവരോടത് ഓപ്പണായി പറയാം, ഈ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയാം. എന്നിട്ടും അവര് ഇത് അനുസരിക്കുന്നില്ല ഉണ്ടെങ്കിൽ മാത്രം ശാരീരികമായിട്ടുള്ള കയ്യേറ്റങ്ങൾക്ക് ചെയ്താൽ മതിയാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മാനസികമായിട്ടാണ് ആദ്യം, അതായത് ബഹളം വെച്ച്
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ആദ്യമായിട്ടൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇതിന് മാനസികമായിട്ട് അതിനുള്ള ശക്തിയും തയ്യാറെടുപ്പും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ഇപ്പൊ സാറ് പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ, അങ്ങനെ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സമയം. ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഹെഡ്ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അലസമായിട്ടുള്ള നമ്മുടെ നടപ്പ്, അത് പലപ്പോഴും ചുറ്റുപാടിനെ കുറിച്ചുള്ള ബോധമില്ലാതാവുകയും അത് ഈ പറഞ്ഞ പോലെ അക്രമകാരികൾക്കും അല്ലെങ്കിൽ ഒരു നമ്മുടെ അപരിചിതർക്ക് നമ്മളെ ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അവസരമാണ് അല്ലെ. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒറ്റപ്പെടുന്ന സമയം അല്ലെങ്കിൽ പിന്നെ വിജനമായ സ്ഥലം, പരിചയമില്ലാത്ത ഇടങ്ങൾ, അവിടെയൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാല്, ഇപ്പോൾ ഞാനൊരു 2-3 മാസം മുമ്പ് ഒരു ന്യൂസിൽ ഒരു വീഡിയോ കണ്ടു. അത് കേരളത്തിന് പുറത്താണെന്ന് തോന്നുന്നു. ഒരു യുവ ഡോക്ടറാണ്. അവര് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി വൈകി വരുന്ന സമയത്തേക്ക് അവരെ സ്കൂട്ടി പഞ്ചറായിട്ടുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാല്, അവിടെ ഒരു ലോറി നിർത്തിയിട്ടുണ്ട്. അതിലെ ആൾക്കാരോട് പറഞ്ഞു, എന്റെ ഇത് തകരാറിലായി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ എന്ന വ്യാജേന ഇവർ വന്നു. എന്നിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് അവരെ റേപ്പ് ചെയ്തിട്ട് 5-6 പേരുണ്ടായിരുന്നു. തീ കത്തിച്ചിട്ട് എണ്ണ പോർന്നിട്ട് കത്തിച്ചിട്ട് അവരെ കൊന്നു. അങ്ങനത്തെ സംഭവമാണ്. അതായത് അപരിചിതരുമായിട്ട് നമ്മൾക്ക് ആ സമയത്ത് അപരിചിതരോ നമ്മൾ സഹായത്തിന് വിളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇത് അവസാനം അന്വേഷിക്കുമ്പോഴേക്ക് ഈ ടയർ പഞ്ചറാക്കിയതും ഇവര് തന്നെയാണ്. അത് ശരി. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തില് അപരിചിതമായ ആൾക്കാരില് എന്റെ ഐഡിയ ആണ്, എനിക്ക് തോന്നിയതാണ്, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മ ജസ്റ്റ് ഇപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളാണെങ്കിൽ ജസ്റ്റ് നമ്മ ഒന്ന് ഫോൺ ചെയ്യാം. നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളെയോ ആരെങ്കിലും ഫോൺ ചെയ്യാം. ഞാൻ ഇന്ന സ്ഥലത്തിലുണ്ട്, ഞാൻ അവർ കേൾക്കുന്ന രീതിയിൽ തന്നെ പറയാം. ഇന്ന സ്ഥലത്തിലുണ്ട്, ഇന്ന ലോറിയിൽ, ഇന്ന ഈ നമ്പറിൽ ഉള്ള ആൾക്കാർ എന്നെ സഹായിക്കുന്നുണ്ട്, എന്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ കേൾക്കെ തന്നെ പറയാം മാത്രം, ചെയ്തിട്ടില്ലെങ്കിൽ പോലും. കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് ആ ഒരു ഭയം ഉണ്ടാവും, അവരെ ശ്രദ്ധിച്ചു എന്നൊരു ഭയം ഉണ്ടാവും. പിന്നെ ഇതുപോലെ അതിക്രമം ചെയ്യുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും. കാരണം ഇവരുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യും, ഇവരുടെ വണ്ടി ഐഡന്റിഫൈ ചെയ്യും. എന്ത് സംഭവിച്ചാലും ഇതിനിടയിൽ എന്തായാലും ഇവർ പിടിക്കപ്പെടും എന്നുള്ളൊരു ബോധം. ഇല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പറയാം, എന്റെ കസിനോ അല്ലെങ്കിൽ എന്റെ ഏട്ടനോ പോലീസിലാണ്, അവരെപ്പോഴും വരും, ഞാൻ അവർക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും നമ്മ അവിടെ സേഫ്